എല്ലാവർക്കും നമസ്തേ. ഇന്ന് വളരെ വ്യത്യസ്തമായ പേരയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കറി വിത്ത് അമ്മയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബൈൻഡിങ്ങിനായിട്ട് ഇവിടെ കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു 8 നാടൻ പേരയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ പളനിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വളരെ സ്വീറ്റായിട്ടുള്ള പേരയ്ക്കയാണ്. ഈ ഒരു രീതിയിലുള്ള പേരയ്ക്ക നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് അത്രയും മധുരമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ നല്ല പൾപ്പുള്ളതും നല്ല മധുരമുള്ളതുമായ പേരയ്ക്കയാണ് നല്ലത്. ഇതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് പീസസ് ആക്കി എടുക്കാം. മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു സ്റ്റീമറിലേക്ക് വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഈ സമയം ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. സ്റ്റീം ചെയ്ത പേരയ്ക്ക ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ കുരു അരഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു സീവിൽ കൂടി ആ കുരുവൊക്കെ ഒന്ന് മാറ്റി പൾപ്പ് മാത്രമാക്കി എടുക്കാം. മുഴുവൻ പൾപ്പും സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അളന്നപ്പം ഈ ഒരു കപ്പിൽ 3 കപ്പ് പൾപ്പുണ്ട് കേട്ടോ. അതേ കപ്പിൽ തന്നെ 3 കപ്പ് പഞ്ചസാര കൂടി നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വെളുത്ത പേരയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കളറിനായിട്ട് നാച്ചുറൽ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹൽവായ്ക്ക് നല്ല ഒരു കളർ കിട്ടും. ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പൊട്ടിത്തെറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും കേട്ടോ. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. നെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ബാക്കി ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 35 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു പരുവത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബോള് പോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പാകം നോക്കാനായിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നല്ല ബോൾ പോലെ കയ്യിലൊന്നും ഒട്ടാതെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പരുവം മതി. ഫ്ലെയിം ഓഫാക്കാം. ഇതിന് ചൂടോടെ തന്നെ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പാറ്റില ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഇതിന് നന്നായിട്ടൊന്ന് ആറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇഷ്ടാനുസരണം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഇത് കേട്ടോ. അപ്പോൾ പേരയ്ക്കയുടെ സീസണിൽ നിങ്ങൾ ഈ ഒരു ഹൽവ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ സ്വാദ്. എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാൻ മറക്കണ്ട. Goodbye.